ബാക്ക് ടു മൈ ചാനൽ. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഹാൻഡ് വാഷ് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും ഹാൻഡ് വാഷ് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. ആദ്യമായിട്ട് വേണ്ടത് ഒരു സോപ്പാണ്. സോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് വേണം സോപ്പ് വേണം എടുക്കാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഈ വേപ്പിൻ്റെ ഒരു സോപ്പാണ്. ഫുള്ള് നമുക്ക് ആവശ്യമില്ല, പകുതി മതി. നമ്മളിവിടെ അതിൻ്റെ പകുതി വെച്ചേക്കുന്നുണ്ട്. ഇനി നമുക്കാവുന്നത് ഫ്രണ്ട്സ്, നമ്മളെല്ലാം അരിഞ്ഞ് വെച്ചേക്കൊണ്ട് ഇപ്പം കണ്ടു പൊടി പോലെ ആയിട്ടുണ്ട്. നമുക്ക് അപ്പം വേണ്ടത് ചൂടുവെള്ളമാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ നല്ലോണം അങ്ങ് ചൂടാക്കണം വെള്ളം. എന്നിട്ട് വേറൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചേക്കൊണ്ട് വേണ്ട സ്റ്റാർട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സാധനം എടുത്ത് ഇങ്ങോട്ടിടുക. ചൂടായിരിക്കുമ്പോൾ തന്നെയാണ്. ഞങ്ങളൊന്ന് മിക്സ് ചെയ്ത് കാണിക്കുക. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. അടിയിൽ പിടിച്ചിരിക്കുന്ന ഇളക്കണം. ഇപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഡെറ്റോളാണ്. സത്യത്തിൽ ഗ്ലിസറിനാണ് ഒഴിക്കേണ്ടത്. ഗ്ലിസറിൻ ഇല്ലാത്തവർക്ക് ഡെറ്റോൾ ഉപയോഗിക്കാം. ഡെറ്റോൾ കുറച്ചൊരടുപ്പ് ഒഴിക്കുക. നല്ലോണം നല്ല ഫ്രണ്ട്സ്, നമുക്കിത് ഒരു ദിവസത്തേക്കൊന്ന് അടച്ചു വെക്കണം. നമുക്ക് അടച്ചു വെക്കാൻ കൊണ്ടുപോവാണ്. നമ്മൾ 2 മണിക്കൂറത്തേക്ക് ഒരു ദിവസത്തേക്ക് വെച്ച സാധനം റെഡി ആയി കഴിഞ്ഞാൽ ഇത് കണ്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഫ്രണ്ട്സ്, നമ്മളിവിടെ ഒരു പഴയ ഹാൻഡ് വാഷിൻ്റെ കുപ്പി എടുത്തേപ്പുണ്ട്. നമുക്കിത് ഫുള്ള് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഞാൻ ചെറിയ പാത്രത്തിലാക്കി ഇങ്ങോട്ട് ഫില്ല് ചെയ്യണം. ഫുള്ള് ഫില്ല് ചെയ്തേക്കാം. ഫ്രണ്ട്സ്, നമ്മളെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ ഈ ഹാൻഡ് വാഷ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള സോപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ടൊരു വേപ്പിൻ്റെ സോപ്പാണ്, നമ്മുടെ പച്ച കളറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെറ്റോളിൻ്റെ ഇടാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണാം.